കുളത്തിനരികിലെ ആ രാത്രി. അന്ന് രാത്രി 10 മണിയോടെയായിരുന്നു ഞാനും എൻ്റെ 2 കൂട്ടുകാർ രാഹുലും അനീഷും ഗ്രാമത്തിൻ്റെ പുറത്തുള്ള പഴയ കുളത്തിനടുത്തേക്ക് നടന്നു. പകൽ ആ കുളം സാധാരണമായിരുന്നെങ്കിലും രാത്രി ആരും അവിടെ പോകാറില്ല. വേഗം നോക്കി തിരിച്ചു പോകാം, അനീഷ് പറഞ്ഞു. എൻ്റെ ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ടായിരുന്നു, പക്ഷേ പുറത്ത് കാണിച്ചില്ല. കുളത്തിനടുത്തെത്തിയപ്പോൾ ഒരു അസാധാരണമായ നിശബ്ദത. തവളകളില്ല, കീടങ്ങളില്ല, വെള്ളം കറുത്ത കണ്ണാടി പോലെ. അപ്പോഴാണ് ഞാൻ കേട്ടത് ചപ്പ് ചപ്പ്, വെള്ളത്തിൽ ആരോ നടക്കുന്നത് പോലെ. ആരാ അത്? രാഹുൽ വിളിച്ചു. ഉത്തരമൊന്നുമില്ല. അപ്പോഴാണ് കുളത്തിന്റെ നടുവിൽ നിന്ന് ഒരു വെള്ള നിറമുള്ള മുഖം ഉയർന്നു വന്നത്. മുടി മുഴുവൻ മുഖം മറച്ചിരിക്കുന്നു. കണ്ണുകൾ, ദൈവമേ, കണ്ണുകളില്ല, കറുത്ത കുഴികൾ മാത്രം. എൻ്റെ ശ്വാസം നിന്നുപോയി. അത് പതുക്കെ കുളത്തിന്റെ അരികിലേക്ക് വരികയായിരുന്നു. വെള്ളം തുളുമ്പുന്ന ശബ്ദം ഓരോ ചുവടിലും. അനീഷ് എൻ്റെ കൈ പിടിച്ചു. ഓടാ. പക്ഷേ എൻ്റെ കാലുകൾ നീങ്ങുന്നില്ല. അപ്പോഴാണ് അത് സംസാരിച്ചത്. നിങ്ങൾ എന്നെ കണ്ടല്ലോ. ആ ശബ്ദം മനുഷ്യൻ്റേതല്ല, കുളത്തിലെ വെള്ളം വായിൽ നിറച്ചിട്ട് സംസാരിക്കുന്നത് പോലെ. അത് കൈനീട്ടി, കൈയല്ല, എല്ലും ചീഞ്ഞ മാംസവും. അത് എൻ്റെ ദിശയിലേക്കാണ് വരുന്നത്. അടുത്ത നിമിഷം രാഹുൽ നിലവിളിച്ചോടി. അനീഷ് പിന്നെയും ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ ആ ഭൂതം അവൻ്റെ പിന്നിൽ തന്നെ. അനീഷ് താഴെ വീഴുന്നു. ഞാൻ ഓടിത്തുടങ്ങി. ശ്വാസം മുട്ടുന്നു. പിന്നിൽ നിന്ന് ആ ശബ്ദം, നിങ്ങൾ മൂവരും വന്നല്ലോ, ഒരാൾ മതി. പിന്നോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കുളത്തിൻ്റെ അരികിൽ അത് നിന്ന് ചിരിച്ചു. അടുത്ത ദിവസം രാവിലെ ഗ്രാമക്കാർ പറഞ്ഞു, അവിടെ ഒരു വർഷം മുമ്പ് ഒരാൾ മുങ്ങി മരിച്ചതാണെന്ന്. അവൻ്റെ ശരീരം ഒരിക്കലും കിട്ടിയില്ല. അനീഷിനെ പിന്നെ ആരും കണ്ടില്ല. ഇന്ന് രാത്രി കുളത്തിനടുത്ത് ആരെങ്കിലും പോയാൽ വെള്ളത്തിൽ നിന്ന് ഒരാൾ ചോദിക്കും, നിനക്ക് നീന്താൻ അറിയാമോ? ഈ വീഡിയോ നിങ്ങൾ രാത്രി ഒറ്റയ്ക്ക് കാണരുത്. ഗ്രാമത്തിലെ പഴയ കുളത്തിനരികിൽ 3 സുഹൃത്തുക്കൾ പോയ ആ രാത്രി അവർ കണ്ടത് ഒരു മനുഷ്യനല്ല. ഇതൊരു ടെറിഫയിങ് മലയാളം ഗോസ്റ്റ് സ്റ്റോറിയാണ്. കുളം, രാത്രി, ഒറ്റപ്പെട്ട സ്ഥലം. ഈ കഥ നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെടുത്താം. പിന്നെ മറക്കാതെ ചാനൽ ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മോർ മലയാളം ഹൊറർ സ്റ്റോറീസ് കമ്മിങ് സൂൺ.